നമസ്കാരം. ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ് മതേതരത്വം. ഈ മലയാളികളുടെ മനസ്സിൽ ജാതീയത, മതം, ഇവയൊക്കെ സാധനങ്ങളൊന്നുമില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ദൈവമല്ല, പല ദൈവം. തേങ്ങയാണ്. അത് എനിക്ക് ബോധ്യമാവാൻ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കമല്ല, ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പറയാം. ഞാനൊരു തൃശ്ശൂരാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പല ജാതി മനുഷ്യർ, പല മതങ്ങളിൽ, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല മനുഷ്യർ അവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ, അതുപോലെ ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങൾ നീ ഹിന്ദു ആണല്ലോ, അങ്ങനെ നമ്മുടെ തലച്ചോറിക്കൂടെ അങ്ങനെ ഒരു മതം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓടണേ ഇല്ല. അപ്പോൾ മലയ്ക്ക് പോയിട്ട് വരുന്നവരുണ്ടാവും, അരവണം കൊണ്ടുവരും. ഞങ്ങളാ നോമ്പ് കാലത്തിലുണ്ടായിരുന്ന നമ്മൾ മറ്റേ ക്രിസ്മസിന് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോകും. അവരുടെ പെരുന്നാളിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ട്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ആരും അങ്ങനെ ചിന്തിക്കുകയും കൂടി ഇല്ല. അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് പിന്നെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഞാൻ പാലക്കാട് ഒരു കോളേജിലാണ് പിന്നെ ജോയിൻ ചെയ്യണം. ആ ക്ലാസ്സിൽ ഞാൻ ഒരാളാണ് ക്രിസ്ത്യാനി എന്ന ലേബിൾ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഞാൻ ജനിച്ച് വളർന്ന മതം അതായത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന ലേബിളിൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരാളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് മറ്റേ ഞങ്ങളുടെ ക്ലാസ്സിൽ ആൺകുട്ടികൾ വളരെ കുറവാണ്, 4-5 പേരുണ്ടായിരുന്നുള്ളൂ. ഈ കോളേജ് കഴിഞ്ഞിട്ട് ഈ 4-5 പേരിൽ ഒരുത്തൻ്റെ കല്യാണത്തലേന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ UPA സർക്കാർ അങ്ങനെ ചെയ്തു, മോദി സർക്കാർ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുത്തൻ എന്നോട് പറയാണ്, നീ വർത്താനൊന്നും പറയണ്ട, നീ അരിച്ചാക്ക് മേടിച്ചിട്ട് മതം അറിയണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും എനിക്ക് മറുപടി തോന്നിയില്ല, പറയാൻ തോന്നിയില്ല. എനിക്ക് നല്ല വിഷമം വന്നു. ഞാൻ അവിടുന്ന് പോയി. കൂടുതൽ കലഹം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് പോയി. പിന്നെ അവൻ പറഞ്ഞത് ഒരു ചെറിയൊരു സത്യമാണ്. ഞങ്ങൾ ജാതീയതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതം മാറിയവരാണ്. ഇപ്പോൾ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും, ഭൂരിഭാഗം എന്നല്ല, ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും. ഇപ്പോൾ ബ്രാഹ്മണന്മാർ 7 കുടുംബക്കാരെ വന്ന് മതം മാറ്റി എന്ന് പറയുന്ന കഥ എൻ്റെ അപ്പനൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതിലൊരു കുടുംബമാണ് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. വെറും തള്ള്. നമ്മൾ ആക്ച്വലി ഈ ജാതീയതയിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ മതം മാറ്റിയതാണ്. അതിലൊരു തിരുത്തുള്ളത്, ബ്രിട്ടീഷുകാർ വന്നപ്പോഴല്ല, 1500-കളിൽ പോർച്ചുഗീസുകാർ വന്നപ്പോൾ തന്നെ നമ്മൾ മതം മാറിയവരാണ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നത് കേരളത്തിൽ. അതിനൊരു ഘടകം എന്ന് പറയുന്നത് ജാതീയതയിൽ നിന്ന് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഈ സ്പൈസസിൻ്റെ, മലയോര കർഷകരുടെ ഉണ്ടാക്കുന്ന സ്പൈസസ് കുറച്ചുകൂടെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലൊരു നമ്മുടേതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ആൾക്കാരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളാക്കിയവരാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വസ്തുത. പറഞ്ഞ ശരിയാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ജാതീയത തോന്നി, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുകയാണ്. അതായത് നീയൊക്കെ എന്നുള്ള ചിന്ത. അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം, ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ആയിരിക്കുമോ ചിന്തിച്ചിട്ടുണ്ടാവുക, എൻ്റെ കൂടെ ഇരുന്നവർ അങ്ങനെ ആയിരിക്കുമോ ചിന്തിച്ചിട്ടുണ്ടാവുക, ഞാൻ മറ്റത് അരി മേടിച്ച് മാറിയവരാണല്ലോ എന്നുള്ള ചിന്തയായിരിക്കുമോ അപ്പോൾ ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഈ
എനിക്ക് ഈ ഒരൊറ്റ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രമാത്രം ഒരു വിഷമവും അമർഷവും ഉണ്ടായെങ്കിൽ വർഷങ്ങളായി ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ജനവിഭാഗം എത്രമാത്രം അമർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. നമ്മൾ ഇന്ന് മതം, ജാതി, വർണ്ണം ഒക്കെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഒരുവനോട് സംസാരിക്കുമ്പോൾ അവൻ നീ അവനല്ലേ എന്നുള്ളിൽ വർത്താനം വെച്ചുകൊണ്ടാണ് വർത്താനം പറയുന്നത്. അതും ആയിക്കോട്ടെ, അതിപ്പോൾ എന്ത് ചിന്തിച്ചാലും നമുക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല പണിയെടുക്കാതെ ആരും കഞ്ഞി കുടിക്കണില്ലെന്ന്. നല്ലപോലെ പണിയെടുത്തും, മണ്ണിൽ പണിയെടുത്തും, കൃഷിപ്പണിയെടുത്തും, അല്ലാത്ത പണിയെടുത്തും ഒക്കെയാണ് എല്ലാവരും കഞ്ഞി കുടിക്കുന്നത്. ഒരുത്തൻ്റെ മുകളിലല്ല. എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും ബുദ്ധി കൂടിയവനും ബുദ്ധി കുറഞ്ഞവനും ഒക്കെ ഉണ്ട്, കഴിവ് കൂടിയവനും കഴിവില്ലാത്തവനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തുടർന്നും ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ട്രാപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുക. പൊട്ടന്മാരായ നമ്മൾ സംസാരിച്ചുകൊണ്ട് മതവും ജാതിയും സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്കാരം പൊക്കി പിടിക്കുക. പൊക്കി പിടിക്കുക നമ്മുടെ സംസ്കാരം. ഇത് വഴി തുപ്പിത്തൂറി നടക്കുന്ന സംസ്കാരം. എന്നിട്ട് ഞങ്ങളുടെ ഇത് ഭയങ്കരമാണെന്ന് പൊക്കി പിടിക്കുക.